നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് നെന്മനി ഇല്ലത്തെ ആ ഉണ്ണി നമ്പൂതിരിയുടെ കഥയൊന്ന് അഴിവിറക്കിയാലോ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും ഒരിക്കലും ഭക്തർക്ക് മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ അതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നെന്മനി ഇല്ലത്താണ് അന്നത്തെ മേൽശാന്തിയുടെ ഭവനം. അദ്ദേഹത്തിന് ഒരു കുട്ടിയാണുള്ളത്, ഒരാൺകുട്ടിയുണ്ട്. അവനൊരു 10-12 വയസ്സിൻ്റെയൊക്കെ ആയി കാണും. പക്ഷേ ആ കുട്ടി സമാവർത്തനമൊക്കെ കഴിഞ്ഞ് മന്ത്രങ്ങളുമൊക്കെ അത്യാവശ്യം ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. മേൽശാന്തിയാണ് അവിടുത്തെ ഗുരുവായൂർ. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ, ഇന്നത്തെ പല കേഴ്ശാന്തിമാരൊന്നും അധികം അവിടെ ഇല്ല, വേറെ ആരുമില്ല, ഈ ഒരു മേൽശാന്തി മാത്രമേ ഉള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസൗകര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശാന്തി നടത്തേണ്ടത് ഈ കുട്ടിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് എല്ലാം പൂജകളും മന്ത്രങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിയെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് വാസുദേവൻ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇദ്ദേഹത്തിന് ഒരിക്കലും അസുഖം വന്നു, തീരെ വയ്യാതായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഉണ്ണിത്തിരുമേനി അങ്ങനെ ഗുരുവായൂരമ്പലത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴോ വല്ലപ്പോഴൊക്കെ അവിടെ പോയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. എന്തായാലും ശരി, സധൈര്യം കുട്ടിയല്ലേ, അപ്പം നിഷ്കളങ്കതയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഉത്കണ്ഠയൊന്നുമില്ല, എങ്ങനെയാണെന്താന്ന്. എന്തായാലും ചെന്നു, പൂജയൊക്കെ തുടങ്ങി. രാവിലെ കുളി കഴിഞ്ഞ് നിന്നിട്ട് അപ്പം അന്ന് 2 മണിക്ക് കുളിച്ചിട്ട് വേണം. അന്നും ഇന്നും അത് കേട്ടോ, 2 മണിക്ക് കുളിച്ചിട്ടാണ് ഈ മേൽശാന്തി പൂജ തുടങ്ങേണ്ടത്. തന്ത്രിയൊക്കെ ആ സമയത്ത് അവരെല്ലാവരും ആ സമയത്തൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യണം അവിടെ, എല്ലാ കീഴ്ശാന്തിമാരും ഒക്കെ. ഇദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് നിന്ന് ശ്രീകോവിലിൽ കയറി നിർമ്മാല്യ ദർശനം, അതിങ്ങനെ ഓരോരോ ചിട്ടയായിട്ട് ദർശനം നടത്തുമല്ലോ, ഓരോരോ പൂജകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു. അവസാനം നേദ്യത്തിൻ്റെ സമയമായി. നേദ്യം കൊണ്ടുവന്ന് വെച്ചു. എന്തായാലും ഇദ്ദേഹം പൂജയൊക്കെ നടത്തി. പക്ഷേ നേദ്യം തൊടുന്നില്ല ഭഗവാൻ. അയ്യോ, ഉണ്ണിക്ക് വിഷമായില്ലേ. കാരണം എന്താ അത് പറഞ്ഞു, ഭഗവാനെ നേദ്യം കഴിക്കണേ ഗുരുവായൂരപ്പ. എന്താ അച്ഛൻ തരാഞ്ഞിട്ടാണോ, ഞാൻ തന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അങ്ങ് കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കുറേ പരിവേദനകളും കരച്ചിലും ഒക്കെ ആയി. അങ്ങ് തൊടാത്തത് എന്താ ഇതെന്ന് ചോദിച്ചിട്ട്, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ഒന്നും കഴിക്കാതിരുന്നാൽ അങ്ങ് ക്ഷീണിച്ചു പോവില്ലേ, അപ്പോൾ അച്ഛൻ വരുമ്പോഴേ അങ്ങനെ ക്ഷീണിച്ച് മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയില്ലേ എന്നൊക്കെയായി ചോദ്യം. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കണോണ്ടാണെങ്കിൽ ഞാൻ നിൽക്കണില്ല, ഞാൻ പുറത്തിറങ്ങി നിൽക്കാം, അങ്ങ് കഴിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ശ്രീകോവിൽ അടച്ചിട്ട് പുറത്തിറങ്ങിയിരുന്നു. ഒരു കുറച്ച് സമയം നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് കയറി ചെന്നപ്പോഴേ ഭഗവാൻ കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഉണ്ണിക്കങ്ങ് സങ്കടം സഹിക്ക വയ്യാതെയായി. ഇതെന്താ ഭഗവാനെ, ഗുരുവായൂരപ്പ, ഞാൻ തന്നത് ശരിയാവാഞ്ഞിട്ടാണോ, എൻ്റെ പൂജ വല്ലതും പിഴച്ചോ, അത് എന്താണ് അങ്ങേക്ക് ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത്? എന്നാൽ ഒരു കാര്യം ചെയ്യാട്ടോ, അങ്ങ് കഴിച്ചില്ലേ ഞാനും കഴിക്കില്ല. കാരണം ഞാൻ ഇത്ര സന്തോഷമായിട്ട് അങ്ങേക്ക് ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ അങ്ങ് കഴിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് കഴിക്കണേ? അങ്ങ് കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, അച്ഛൻ തിരിച്ചു വരുമ്പോഴത്തേക്കും, അതായത് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി തിരിച്ചു വരുമ്പോഴത്തേക്കും അതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ പട്ടിണി ഇവിടെ കിടന്ന് മരിക്കും, അല്ലാതെ ഒന്നും പറ്റില്ല. ഞാൻ കഴിക്കില്ല, അങ്ങ് കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്ന് കട്ടായം അങ്ങ് പറഞ്ഞു. ഉടനെ തന്നെ ഇത് ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം കല്ലുകൊണ്ടാണെങ്കിലും ഗുരുവായൂരപ്പൻ ഒരിക്കലും കല്ലല്ലല്ലോ. ഈ ഉണ്ണിയുടെ സങ്കടവും വിഷമമൊക്കെ കണ്ടപ്പം ഗുരുവായൂരപ്പന് സഹിക്കാൻ പറ്റുമോ? അപ്പം ആ വിഗ്രഹത്തിൽ നിന്ന് ഒരു കുഞ്ഞൊച്ച കേട്ടു. അതേ തിരുമേനി കണ്ടോ, തിരുമേനി എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ പേരൊന്നുമല്ല വിളിക്കണത് അവിടെ. എന്നിട്ട് പറഞ്ഞ്, തിരുമേനി എനിക്ക് ഈ ഭക്ഷണമൊക്കെ അതേപടി കഴിക്കാറില്ല ഞാൻ ഒരിക്കലും, ഞാൻ അതിൻ്റെ രസം മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞു.
അത് ശരിയാവണേ എങ്ങനെയാണ്, ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അത് മുഴുവനും അങ്ങ് കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് വേഗം ഒരു 8 വയസ്സുള്ള ഒരു ഉണ്ണി ആ വിഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിരുന്നു. ഇരുന്ന് കേട്ട് ചമ്മറപ്പടി ഇട്ട് അവിടെ ഇരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ തിരുമേനി, ഞാൻ കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ആർക്കും ഒന്നും കഴിക്കാനുണ്ടാവില്ല. അതിൻ്റെ എന്തൊക്കെയാ ഭവിഷ്യത്തുകളെന്ന് വരുമ്പോൾ നമുക്കറിയാം എന്നും പറഞ്ഞു. എന്തായാലും അങ്ങ് കഴിക്കൂ എന്നും പറഞ്ഞു. ഉടനെ തന്നെ കുറച്ച് ചോറെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് തിരുമേനി കഴിക്കണം, ബാക്കി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം തിരുമേനിക്കുള്ളത് മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഭഗവാൻ കഴിച്ചത്. വെട്ടിപ്പായിട്ടെല്ലാം കൂട്ടി സുഖമായിട്ടിരുന്ന് കൊണ്ടു. അത് കഴിഞ്ഞു ഇദ്ദേഹം ഒന്ന് കാലിപ്പാത്രമായിട്ടാണ് തിരിച്ചു വരുന്നത്, ഒന്നുമില്ല അകത്ത്. അപ്പോൾ ഈ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, എന്നാലും അവിടുത്തെ കഴകക്കാരുണ്ടല്ലോ, അവരെല്ലാവരും വിചാരിച്ചു ഇതെന്താണിത്, എന്തോ അവർ ആദ്യത്തെ ദിവസം അത്രയൊന്നും അങ്ങ് ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പം വേഗം ഇവർക്കൊക്കെ നേദ്യച്ചോറ് വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷിക്കാനുള്ളതെങ്കിലും വേണ്ടേ. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ ശമ്പളമൊന്നുമില്ല. ആകപ്പാടെ ഇവർക്കൊക്കെ കിട്ടുന്ന ഈ കഴകക്കാർക്കൊക്കെ കിട്ടുന്ന ചോറും കിട്ടും, കുറച്ച് എണ്ണയും കിട്ടും, അല്ലാതെ ഇതുപോലെ നടവരവൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പം അവർക്കാർക്കും ഒന്നുമില്ല. അപ്പം 2-3 ദിവസമായപ്പോഴത്തേ ഇവരൊക്കെ ഒരു ദിവസം ഈ കുട്ടി ഇറങ്ങി വന്നപ്പം ചോദിച്ചു ഇതെന്താ ഇത്, ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഉടനെ അതൊന്നും എന്നോട് ചോദിക്കണ്ട, അകത്ത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ഇവർക്കങ്ങ് ദേഷ്യം. അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഉള്ളതെല്ലാം അകത്തിരുന്ന് തിന്നുവാണെന്നാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ കാണണ്ടേ എന്തെല്ലാം സാധനം, പാൽപ്പായസമുണ്ട്, വെണ്ണയുണ്ട്, പഴമുണ്ട്, ഇങ്ങനെ അകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ നിവേദ്യത്തിന് ഓരോ സമയത്ത് ഓരോന്ന് കൊടുക്കണുണ്ടല്ലോ. ഇതൊന്നും കിട്ടണില്ല പുറത്തേക്ക് തിരിച്ച്. ഇതെല്ലാം അവിടെ ഒരാളിരുന്ന് നന്നായിട്ട് ചാപ്പിടുകയാണ്. അങ്ങനെ 3-4 ദിവസമായപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണി നമ്പൂതിരി നന്നായിട്ട് വരുന്നുണ്ട്. കാരണം ആ മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാണ് ഭക്ഷണത്തെക്കാളുമായിട്ട്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ശരിക്കും ചങ്ങാതിമാരെ പോലെയായി. ഇവിടെ അകത്തിരുന്ന് കഴിഞ്ഞാൽ കേട്ടോ ശ്രീകോവിലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 2 പേരും കൂട്ടുകാരാണ്, 2 കുട്ടികളല്ലേ. അങ്ങനെ അവർ അപ്പോഴത്തേക്കും അവിടെ നെന്മേനിയില്ലത്ത് അച്ഛൻ്റെ അടുത്ത് വരെ പരാതി എത്തി. അങ്ങയുടെ മോൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്, കൊണ്ട് അങ്ങ് വേഗം എങ്ങനെയെങ്കിലും വരണം, ഞങ്ങൾക്ക് ആർക്കും കഴിക്കാനൊന്നും കിട്ടണില്ല എന്നും പറഞ്ഞ് പരാതിയൊക്കെ ആയി. ഈ കുട്ടി ഇതൊന്നും അറിയണില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും അവന് പ്രശ്നമൊന്നുമില്ല, കാരണം ഞാനല്ലല്ലോ ഒന്നും ചെയ്യണേ, അകത്തിരിക്കുന്നയാളല്ലേ. അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് അന്നേരം ഈ കുട്ടി വേഗം ഇങ്ങനെ കഴിയുകയാണ്. അത് കഴിഞ്ഞപ്പം അച്ഛൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാലും അച്ഛനും തോന്നി ഉണ്ണി അങ്ങനെ അത് മുഴുവനും കഴിക്കുമൊന്നുമില്ല, ഇനിയല്ലേ അവൻ ഭയങ്കര ഒരു വികൃതിയുള്ള കുട്ടിയാണ്, കുസൃതിയാണ്. അപ്പം വല്ല പൂച്ചയ്ക്കോ വല്ലത്തിനൊക്കെ വെളിയിൽ കൊണ്ട് കൊടുക്കുകയോ വല്ലതൊക്കെ ചെയ്ത് കാണും, ഇല്ലെങ്കിൽ എന്തിനെങ്കിലും. അല്ലാതെ അവൻ ഇത്രയും ആ കുട്ടിയുടെ വയറെ എനിക്കറിഞ്ഞൂടെ ഇവിടെ വീട്ടിൽ എന്തോരം ഭക്ഷണം കഴിക്കുമെന്ന്. അപ്പോൾ ഈ ഗുരുവായൂരപ്പന് നേദിച്ച സംഗതികൾ മുഴുവൻ അവനകത്താക്കെന്ന് പറഞ്ഞാൽ അത് നടക്കുമൊന്നുമില്ല. എന്തായാലും അദ്ദേഹം എങ്ങനെയോ ഒന്ന് പതുക്കെ ഒന്ന് നടന്ന് എത്താറായെന്ന്. അധികം ദൂരമൊന്നുമല്ലേ ഗുരുവായൂരപ്പൻ്റെ അവിടുന്ന് ഈ നെന്മേനി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മളിപ്പോഴും ഗുരുവായൂർ ചെല്ലുമ്പോൾ നെന്മേനി ലോഡ്ജൊക്കെ കാണാം, കാരണം അത് ഇല്ലങ്കാരുടെ വേദനയാണ്. അന്നേരം വേഗം ഇവൻ വിചാരിച്ചു ഇനിയിപ്പം അച്ഛൻ വരുവാണല്ലോ. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്നും ഈ പറഞ്ഞ പോലെ പുറപ്പെടാശാന്തി ഇങ്ങനെ വീട്ടിലല്ല ദിവസവും താമസിക്കുന്നത്, ഇവിടെ തന്നെ അമ്പലത്തിൽ തന്നെ കിടക്കുക ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അച്ഛൻ ഈ കാര്യം പണ്ടേ അറിയുമായിരുന്നല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ അവിടുത്തെ കഴകക്കാരെല്ലാവരും കൂടെ ചുട്ടും കൂടി. എന്നിട്ട് ഞങ്ങൾക്കറിയോ ഇവിടെ എന്താ നടക്കണേന്ന്. ഒരു വറ്റ് ഞങ്ങൾക്ക് തന്നില്ല, ഒരു സാധനം കഴിക്കാൻ കിട്ടണില്ല, മുഴുവനും അങ്ങയുടെ മോന് കഴിക്കുകയാണ്. പിന്നെ പറയുന്നതിലൊന്നും തോന്നരുത് കേട്ടോ, ഇത്രയും നല്ലൊരു കുട്ടി, ഇത്രയും കണ്ടാലൊക്കെ നല്ല സുന്ദരനല്ലേ. പണ്ട് പറയും കണ്ടാലും കൊള്ളാൻ ചോറും ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ അങ്ങയുടെ ഇല്ലത്ത് വന്ന് ജനിച്ചു? കാരണം ഇതുപോലെ ഈ അസത്യം കാണിക്കുന്നത്, കാരണം ഇവിടെ ഭഗവാന്റെ എല്ലാം ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു കുട്ടി അങ്ങയുടെ ഇല്ലത്ത് വന്ന് ജനിച്ചു എന്നാൽ ഞങ്ങൾക്കൊക്കെ തോന്നുന്നു. അങ്ങ് എന്തോ ഒരു നല്ല മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് പറയാനും തുടങ്ങി. നേരത്തേക്കും ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. സ്വന്തം കുട്ടിയെ പറ്റിയല്ലേ പറഞ്ഞേ. അദ്ദേഹം ഒരു വടി ഇങ്ങോട്ട് എടുത്തു അടിക്കാനായിട്ട്. വടിയെടുത്ത് അപ്പോഴും ഉണ്ണി പറഞ്ഞുകൊണ്ട് അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. നീ കഴിക്കാറില്ലേ ഭക്ഷണം? കഴിക്കാറുണ്ട്. അതെവിടുന്ന? അതെനിക്ക് ഭഗവാൻ എനിക്കുള്ളത് മാറ്റി വെച്ചിട്ട് അദ്ദേഹം കഴിക്കണേ. എന്നോട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറയും, ഞാനും കഴിക്കും അവിടെ ഇരുന്ന്.
അല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാന്ന് പറഞ്ഞു. ഇത് വലിയൊരു അവരാരെങ്കിലും സമ്മതിക്കുമോ? അച്ഛനും വിശ്വസിക്കുമോ? അച്ഛൻ ഇത്രയും നാളും പൂജ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും ശരി, വടി എടുത്തുകൊണ്ട് വന്ന് അടിക്കാൻ അങ്ങോട്ട് തുടങ്ങുകയും അകത്തുനിന്നൊരു ശബ്ദം കേട്ടു, ഉണ്ണിയെ അടിക്കരുതെന്ന്. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ, ഉണ്ണി പറഞ്ഞതെല്ലാം സത്യമാണ്. ആ തിരുമേനിയുടെ സ്നേഹവും അതിൻ്റെ ആ നിഷ്കളങ്കതയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് കഴിക്കേണ്ടി വന്നു. അല്ലാതെ ആ കുട്ടി ഒന്നും ചെയ്തതല്ല. ആ കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ അച്ഛൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ധാരധാരിയായി കണ്ണുനീര് ഒഴുകുക. കാരണം എൻ്റെ ഉണ്ണിയെ ഞാൻ എന്തോരം സംശയിച്ചു. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അതിന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്കും കരവിടെ നിന്നവരും അവരെല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ച ഭഗവാനെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്നും വിളിച്ച് എല്ലാവരും കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് എല്ലാവരും പ്രണമിച്ചു. എന്നിട്ട് തിരുമേനിയോട് വേറൊരു വാക്കും കൂടെ പറഞ്ഞു, മേശാന്തിയോടെ, ഇന്ന് ഇപ്പം ഉണ്ണി തിരുമേനി പോകുമല്ലോ, അപ്പം ഞാനും കൂടെ അവിടെ കൊണ്ടാക്കാൻ പോകുകയെന്ന്. അപ്പോൾ ഈ ഗുരുവായൂരെന്നല്ല, ഒരുമാതിരി എല്ലായിടത്തും അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ഒരാൾ പോകുമ്പോൾ, ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, അതായത് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴോ സ്ഥലം മാറിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടാക്കുക എന്നുള്ളത്, അതിന് ഞാനാ പോണേന്ന് പറഞ്ഞു. അന്ന് ഇത് പറയുമ്പോഴുണ്ടല്ലോ ആ ഉണ്ണിയുടെയും ഈ ഉണ്ണിയുടെയും കണ്ണ് നിറഞ്ഞിരിപ്പുണ്ട്. കാരണം ഈ നമ്പൂരി ഉണ്ണിക്ക് ആ ഭഗവാനെ പിരിയാനുള്ള വിഷമവും ഭഗവാൻ ഈ ഉണ്ണിയെ പിരിയാനുള്ള വിഷമവും. അത് ഭഗവാൻ അതാ പറയുന്നത്, കല്ലല്ല, അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെ എന്തായാലും ഉണ്ണി നമ്പൂതിരി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് എന്നിട്ട് പറഞ്ഞു, മേൽശാന്തി പറഞ്ഞു, അകത്ത് അടച്ചേക്കോ ഇത് അടച്ചേക്കോ, നടയടച്ചേക്കോ, ഞാൻ വന്നിട്ട് ഇനി തുറന്നാൽ മതി, കാരണം അകത്ത് ആളില്ലല്ലോ, അകത്തിറങ്ങി പോകുമല്ലേ എന്നും പറഞ്ഞ് ഈ ഉണ്ണി നമ്പൂതിരിയുടെ കൂടെ നമ്മുടെ സാക്ഷാൽ ഉണ്ണി ഇറങ്ങി നടന്ന് നെന്മനിയില്ലത്ത് കൊണ്ടാക്കി. ഇതാണ് ആ കഥ. അത് കഥയല്ല, ചരിത്ര സംഭവം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒരു 1320 എന്തോ വർഷം മുതൽ, കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ പൊന്നുണ്ണിയെ നമിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടുതൽ അവദാനങ്ങൾ പാടാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.